നമ്മൾ ഈ കൂമ്പ് തോരൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമ്മളെ വാഴയിൽ 2 കൊല നിന്ന് അതിൻ്റെ 2 കൂമ്പെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ഒരെണ്ണം കുറച്ച് ഞാൻ അരിഞ്ഞു പോയി. അപ്പം നമുക്കിന്ന് ഈ തോരൻ ഇന്നുണ്ടാക്കാം, അടിപൊളിയായിട്ടുണ്ടാക്കാം. നമ്മൾ കൂമ്പ് തോരൻ വയ്ക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കടുകിടാം. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പില ഇടാം. ഇനി നമ്മൾ കുറച്ച് ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട്, അതിടാം. അതൊന്ന് ഞാൻ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അതൊന്ന് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് മൂടി വെച്ച് വേവിക്കാം. വേറെ വെള്ളമോ ബാക്കിയുള്ള വെള്ളമൊന്നും ഇതിൽ ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. തോരത്തിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, അല്പം പെരിഞ്ജീരകം. നമ്മൾ പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 4-5 വെളുത്തുള്ളി ഇടാം. ഒരു പീസ് ചെറിയ ഉള്ളി 2ആയി കട്ട് ചെയ്ത് ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് അടപ്പൊന്ന് എടുത്ത് നോക്കാം. തോരൻ്റെ വെള്ളാംശമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന തോരൻ്റെ അരപ്പ്, ഗ്രൈൻഡ് ചെയ്ത അരപ്പിടാം. ഇനി നമുക്ക് ഈ തോരനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇറക്കി വയ്ക്കാം. അരപ്പിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിരുന്നതാണ്. അത് ഞാൻ ഒന്ന് കാണിക്കാൻ വിട്ടുപോയായിരുന്നു. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വാങ്ങിയെടുക്കാം. ഒരു 4-5 കണവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തോരനും കൂടെ വയ്ക്കാം. അതിനായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് ഇനി ഒന്ന് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കണവ ഒരു ചട്ടിയിൽ ആക്കി ചെറുതായി അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പിടാം. അതിനായി ഞാൻ അരമുറി തേങ്ങ എടുത്ത് അതിനകത്ത് ഒരു 2-3-4-5 പീസ് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക് എല്ലാം കൂടി ഇട്ട് എടുത്തതാണ്. ഇത് നമുക്കിതൊന്ന് അടുപ്പിൽ ഇട്ട് ഒന്ന് മൂടി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. കണവ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അരപ്പെല്ലാമായിട്ട് നല്ല പച്ചമണം എല്ലാം മാറി നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തെടുക്കാം. ഇതൊരു നാടൻ നമ്മളെ വീട്ടിൽ ഉണ്ടായതാണ്. ഇത് നമുക്കൊന്ന് പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ തടിയങ്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ചട്ടിയിലിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് 2ആയി കീറിയതും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. തടിയങ്ക വെന്തിട്ടുണ്ട്. ഞാൻ അരമുറി തേങ്ങയും 1 കപ്പ് തൈരും കൂടി അടിച്ചതാണ്. അത് ഇതിലോട്ട് ഒഴിക്കാം. നമ്മളെ പുളിശ്ശേരി എല്ലാം കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൽ താളിച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു അയിലയാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന്. അത് നമുക്ക് കോട്ടയം സ്റ്റൈലിലൊരു പുളിമുളകും ഉണ്ടാക്കാം. ഞാനൊരു ചട്ടി അടുപ്പിച്ച് ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഇഞ്ചി ആദ്യം ഇടാം. ഇത് നമുക്ക് അല്പം ഉലുവ ഇടാം. ഇതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൂത്തതിന് ശേഷം ആദ്യം നമുക്ക് ഇഞ്ചി ഇടാം. ചെറിയ ഉള്ളി ഇടാം. ചതച്ച് ഒരു 6-7 ചെറിയ ഉള്ളി ചതച്ചതാണ്, അതിടാം. ചെറിയ ഉള്ളി നന്നായൊന്ന് വഴറ്റാം. നമുക്ക് പച്ചമുളക് ഇടാം. രണ്ട് തണ്ട് കറിവേപ്പില ഇടാം.
നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 4 പീസ് കുടംപുളി വെള്ളം ഒഴിച്ച് അതിൽ കുതിർക്കാനായി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. ഇനി കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി നമുക്കിത് നമ്മൾ ആ പുളിയും എല്ലാം നല്ല മിക്സായി, പിന്നെ ചെറിയ ഉള്ളി എല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് മീനിടാം. നമ്മളെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇടാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 10-15 മിനിറ്റ് മതിയാവും. കാരണം നമ്മൾ നന്നായിട്ട് കറിയൊക്കെ നന്നായിട്ട് തിളച്ചത് കൊണ്ട് മീൻ ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. അല്പം ഉലുവപ്പൊടി കൂടെ നമുക്കിതിലൊന്ന് ഇടാം. ഇന്ന് നമുക്കൊരു അട പായസവും കൂടെ വയ്ക്കാം, അടപ്രഥമനും കൂടെ വയ്ക്കാം. അതിനായി ഞാൻ 1 കവർ അട, കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അട ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ അട കുക്കറിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു പാൻ വെച്ച് ഞാൻ കുറച്ച് നെയ്യ് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി മെൽറ്റായതിന് ശേഷം നമുക്ക് അടയിടാം. നമുക്ക് അടയിടാം. ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ കുക്കറിലിട്ട് ഒരു 2 വിസിൽ വന്ന് അത് ഊറ്റി എടുത്ത് പച്ചവെള്ളത്തിലോട്ടിട്ട് അത് ഓരോന്നായിട്ട് വേർതിരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലോട്ടിട്ടത്. അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. നമ്മൾ നെയ്യിൽ ഇതുപോലെ കുറച്ച് നേരം നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. നമുക്ക് ശർക്കര പാനി ഒഴിക്കാം. ഇതിൽ കിടന്ന് കുറച്ച് നേരം നന്നായിട്ട് ഒന്നും കൂടി വേവട്ടെ. 1 കപ്പ് ചവ്വരി, ഇതിന് ഞാൻ 1 മണിക്കൂർ കുതിർത്തതാണ്. ഇത് ഇനി നമുക്കിതിലോട്ട് ഒന്ന് ഊറ്റിയെടുത്ത് ഇതിലോട്ട് ഇടാം. കാരണം ഇത് നമുക്ക് വേറെ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കേണ്ട. ഞാൻ 1 മണിക്കൂർ കുതിർത്തതാണ്. ഇതിൽ കിടന്ന് ഇനി ഒരു വേവുണ്ട്, അത് വെന്തോളും. നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ ഉരുളി ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കൂല. എന്നാലും നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇനി നമുക്ക് 2ാം പാൽ ഒഴിക്കാം. രണ്ടാം പാലിൽ കിടന്ന് കുറച്ച് നേരം ഇത് നന്നായിട്ട് വെന്തോട്ടെ. ഇനി നമുക്ക് ഫസ്റ്റ് പാലൊഴിക്കാം. അത് നല്ല കുറുകുറുത്ത പാലാണ്. ഞാൻ 2 തേങ്ങാപ്പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത്. 1 കവറ് അടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 തേങ്ങാപ്പാലാണ് എടുത്തത്. ഇനി ഇത് ഒരുപാട് തിളയ്ക്കണ്ട. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരികൊന്ന് ഇതായി വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ മധുരം ഒന്ന് ബാലൻസിന് വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് കൂടി ഇടാം. ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. അത് ലാസ്റ്റ് നമുക്ക് അതും കൂടെ ഇട്ട് ഇനി നമുക്ക് കാഷ്യൂവും കിസ്മിസും കൂടെ നെയ്യിൽ വറുത്തതാണ്. അതിട്ട് നമുക്ക് ഡെക്കറേഷനും കൂടെ ചെയ്യാം.
നമുക്ക് സെർവ് ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെ ഇന്ന് നമ്മളെ ഊണ് ഇലയിലാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ചോറ് വിളമ്പാം. നമ്മളെ കോട്ടയം മീൻകറി നമുക്ക് വിളമ്പാം. നല്ല അടിപൊളി മീൻകറിയാണ്. ഈ കണവത്തോരൻ, വാഴക്കൂമ്പ് തോരൻ, ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. തടിയങ്ക മെഴുക്ക് വരട്ടി, നമ്മളെ തടിയങ്ക പുളിശ്ശേരി. ഇനി നമുക്ക് ചോറ് തിന്നാനായിട്ട് നോക്കാം. പപ്പടം കൂടെ വിളമ്പാം. ഓക്കെ, ഇനി കഴിക്കാം. കൂമ്പ് തോരൻ, കണവത്തോരൻ, മെഴുക്ക് വരട്ടി, പപ്പടം, മീൻകറി. ഒരു മീനും കൂടെ അല്പം എടുക്കാം. ഓക്കെ, നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ചോറെല്ലാം കഴിച്ചതിന് ശേഷം പായസം വിളമ്പാം.